വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഞാൻ ക്ലാസ്സിന് പോയപ്പോൾ വിദ്യാർത്ഥിനോട് ചോദിച്ച്, സാർ ഇത് പ്രണയ വിവാഹമാണോ, സാറ് പ്രണയിച്ചിട്ടുണ്ടോ, സാറ് കല്യാണം കഴിച്ചത് പ്രണയിച്ചിട്ടല്ലേ? പലർക്കും പല അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ചോദിക്കാമെന്ന് കഴിയുമ്പോൾ സാറ് വിവാഹ വാർഷികമല്ല എന്നത്. അപ്പോൾ ഞാനങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു, എൻ്റെ വിവാഹ വാർഷികമാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് പിള്ളേർ ചോദിക്കുന്നത്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഒരു സാറ് പ്രണയ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിൻ്റെ യൂട്യൂബിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, എൻ്റെ പ്രണയ വിവാഹത്തെക്കുറിച്ച് പറയാം, എൻ്റെ പ്രണയം എങ്ങനെയാണ് പൂവണിഞ്ഞത്, പ്രണയിക്കുന്നവർക്ക് ഒരു മാതൃക കൂടിയാണ് എൻ്റെ പ്രണയം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞ സാർ ഒരു കാര്യം ചെയ്യും, സാർ ഞങ്ങളോട് ഇവിടുന്ന് പറയും, ഞങ്ങൾ എന്തായാലും യൂട്യൂബൊന്നും ഞങ്ങൾ കാണില്ല, ഞങ്ങളുടെ ഉമ്മാർ സാറ് വീഡിയോ കാണലുണ്ട്, അപ്പോൾ ഉമ്മാർക്കൊരു പക്ഷെ മനസ്സിലാവും സാറെ പ്രണയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ പ്രണയം കൂടി ഒന്ന് വീട്ടിലൊന്ന് സെറ്റാക്കാൻ സാറ് ഈ സംസാരം പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇന്നിൻ്റെ വിവാഹ വാർഷിക ഇതുപോലൊരു ആഗസ്റ്റ് 15-നാണ് 2005 എൻ്റെ വിവാഹം കഴിഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ അതൊരു പ്രണയ വിവാഹമൊന്നുമല്ല, അറേഞ്ച്ഡ് മാരേജാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭാര്യയെ പ്രണയിക്കാമല്ലോ. ആ അർത്ഥത്തിൽ എൻ്റെ പ്രണയം തുടങ്ങിയിട്ട് ഇപ്പോൾ 20 വർഷമായി. അപ്പോൾ ഞാൻ ഒരുപാട് പലപ്പോഴും എന്നെ പേഴ്സണലി അറിയുന്നവർക്കൊരു പക്ഷേ എൻ്റെ ഭാര്യ ആരാണ്, എൻ്റെ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ് എന്നൊക്കെ അറിയുന്നവരുണ്ടായിരിക്കും. പക്ഷേ മഹാഭൂരിഭാഗം ആളുകൾക്കും അതൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ ഇന്നിൻ്റെ വിവാഹ വാർഷികത്തിന് ജസ്റ്റ് ഒരു ആശംസ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, ഒരു വിവാഹ വാർഷിക ആശംസകൾ. അതേപോലെ ഒപ്പം പ്രാർത്ഥിക്കും ചെയ്യണേ, ഹൈറായ രൂപത്തിൽ നല്ല മാനസിക പൊരുത്തത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിതകാലം വരെ സ്വർഗത്തിലും ഒന്നിച്ചിട്ട് ഈ ദമ്പതികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആശംസിക്കും പ്രാർത്ഥിക്കും ചെയ്യണേ. എൻ്റെ ഭാര്യയുടെ പേര് റംസീന എന്നാണ്. കല്യാണം കഴിച്ചത് എൻ്റെ വീടിനടുത്ത് തന്നെ, വീടിനടുത്തെന്നല്ല എടപ്പാൾ അടുത്തുള്ള മൂതൂരി എന്നൊക്കെ പറയും, ചേകനൂരിനൊക്കെ അടുത്ത് പാലപ്രയിലുള്ള ഹൈദരലി എന്ന് പറയുന്ന ഒരാളുടെ മകളാണ്. ഞാനൊരു 10-20 പെണ്ണ് പോയി കണ്ട് അതൊന്നും സെറ്റായില്ല. കുറേ എണ്ണത്തിന് എന്നെ ഇഷ്ടാവില്ല, കുറേ എണ്ണത്തിന് എനിക്ക് ഇഷ്ടാവില്ല, ഇനി എനിക്കും ആ കുട്ടിക്കും ഇഷ്ടാവുകയാണെങ്കിൽ വീട്ടുകാർക്ക് ഇഷ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിട്ട് പല കല്യാണങ്ങളും മുടങ്ങി. ഞാൻ ആദ്യം പെണ്ണാണാൻ പോയി, ഞാൻ ഓർക്കുന്നുണ്ട്, നെല്ലിശ്ശേരി ഭാഗത്തൊരു വീട്ടിലാണ് ഞാൻ പെണ്ണാണാൻ പോയത്. അപ്പോൾ സത്യത്തിൽ അത് വീട്ടുകാരറിയാതെ പെണ്ണാണാൻ പോയതാണ്, ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട്. ഈ പെണ്ണ് കാണാൻ പോയാൽ എങ്ങനെയാണ് ഒരു പെണ്ണുങ്ങളെ അഭിമുഖീകരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഇൻട്രോവേർട്ടാണ് ശരിക്കും. അങ്ങനെ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ട് അവിടെ സംസാരിച്ചു വേണം. ആ പെണ്ണിൻ്റെ വല്യപ്പ എൻ്റെ ഉമ്മയുടെ ഉപ്പാനെ നല്ല പരിചയമുള്ള ഒരാളാണ്. അങ്ങനെ തലമുറകളായിട്ട് അറിയാം. അതോടുകൂടി ആ പരിപാടി പാളി. ഇനിയിപ്പോൾ അത് വീട്ടുകാരറിയുന്ന ഒരു ആശങ്ക ഉണ്ടെന്ന്. പിന്നെ ഒരു ബാക്കവി, ഒരു ഉസ്താദാണ് എന്നെ കൊണ്ടുപോയത്, ഇങ്ങനെ പരിചയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാണ്. സത്യത്തിൽ ആ പെണ്ണ് എത്ര വലിയ ഹൂറിലീനാണെങ്കിലും ഞാൻ കെട്ടൂലായിരുന്നു. കാരണം എനിക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടി പോയതാണ്. ഞാൻ പെണ്ണ് കാണാൻ പോയ ഏതെങ്കിലും സ്ത്രീകൾ പിന്നെ എൻ്റെ വീഡിയോ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടാകുമ്പോൾ വിചാരിക്കണം, പടച്ചോനെ രക്ഷപ്പെട്ടു, ഈ ചെങ്ങായിനെ കെട്ടേണ്ടി വന്നില്ലല്ലോ, തടി സലാമത്തായി എന്ന് കരുതുന്നവരുണ്ടായിരിക്കും. പിന്നീട് എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ട് അന്ന് പെണ്ണാണ വന്ന ചെങ്ങായി അല്ലേ ഇപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് എന്നൊക്കെ ഒരു കാണുന്നുണ്ടാവോ. അങ്ങനെ ഞാൻ പലതവണ പെണ്ണ് കാണാൻ പോയിട്ടൊന്നും നടക്കാതിരുന്നപ്പോഴാണ് എൻ്റെ വീട്ടുകാർ ഇതുപോലെ ഈ പറയുന്ന ഇപ്പം ഞാൻ കല്യാണം കഴിച്ച പെണ്ണിനെ പോയി കണ്ട് ഇഷ്ടമായതിനു ശേഷം എന്നോട് വീട്ടുകാർ പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ഈ ഒരു കാര്യം ഇഷ്ടമായില്ലെങ്കിൽ ഇനി നിൻ്റെ കാര്യങ്ങൾ ഇറങ്ങൂല എന്നൊക്കെ പറഞ്ഞിട്ടൊരു മുന്നറിയിപ്പൊക്കെ തന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടമായി. അന്ന് അവൾ +2 കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. റിസൾട്ട് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അവൾ പിന്നീട് വിവാഹശേഷം അവൾ +2 ഡിഗ്രി പഠിച്ചു, BA ഇംഗ്ലീഷ് പഠിച്ചു, PG MA ഇംഗ്ലീഷ് പഠിച്ചു, പിന്നെ B.Ed. ഇതൊക്കെ കല്യാണം കഴിച്ചതിന് ശേഷം അവൾ പഠിച്ചതാണ്. പഠിപ്പിക്കാൻ ഞാനും തയ്യാറായിരുന്നു, പഠിക്കാൻ അവളും തയ്യാറായിരുന്നു. ഇതിനിടയിൽ 2 കുട്ടികളുണ്ടായി. പിന്നെ മൂന്നാമത്തെ ഒരു കുട്ടി ഇപ്പോൾ ഈ കോവിഡ് കാലത്താണ്. അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേക ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ ഒരു അനിഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ മനസ്സിലാക്കുന്ന, നന്നായിട്ട് വായിക്കുന്ന, അത്യാവശ്യമൊക്കെ ഒരു വായിക്കുന്ന, മതപരമായിട്ട് അറിവൊക്കെ ഉള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാനങ്ങനെ വിവാഹം ഉറപ്പിച്ചിട്ട് പ്രത്യേകിച്ച് സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ഉണ്ടല്ലോ, അന്ന് ഫോണൊക്കെ ഉണ്ട് കേട്ടോ, അന്ന് മൊബൈൽ ഫോണൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്നാലും നമ്മൾ അങ്ങനെ കല്യാണത്തിന് ഉറപ്പിച്ച പെൺകുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കണ കൾച്ചറൊന്നും വന്നിട്ടില്ല. 2005 ഒരു പക്ഷേ ആ ഒരു സമയത്ത് ഇതുപോലത്തെ ആഗസ്റ്റ് 15-ന് കല്യാണം കഴിച്ച ആളുകളുണ്ടോ, അല്ലെങ്കിൽ ഒന്നും താഴെ കമൻറ്റ് ചെയ്യുക. അവർക്ക് എൻ്റെ വക വിവാഹ വാർഷികാശംസകൾ കൊടുക്കുകയാണ്, വിവാഹാശംസകൾ കൊടുക്കുകയാണ്. ഇതേപോലെ ഇൻഡിപെൻഡൻസ് ഡേക്ക് കല്യാണം കഴിച്ച ആളുകളുണ്ടെങ്കിൽ എൻ്റെ സ്പെഷ്യൽ ആശംസകൾ. അപ്പോൾ ഞാനതുപോലെ കല്യാണം ഉറപ്പിച്ചിട്ട് ഞാനങ്ങനെ സംസാരിക്കലൊന്നും അങ്ങനത്തെ ഒരു ശൈലിയൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ആകെ പറഞ്ഞത്, ഞാൻ പറയുന്നൊരു കോളേജിൽ കൊണ്ടുപോയിട്ട് ഡിഗ്രി പഠിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നത്, എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. ആ ആഗ്രഹം ഞാൻ പറഞ്ഞു, അവിടെ തന്നെ കൊണ്ടുപോയി ചേർത്തു. അങ്ങനെ കല്യാണമൊക്കെ ആദ്യ രാത്രിയിൽ അപ്പോൾ ഈ പെൺകുട്ടി വായനാശീലമുള്ള ആളാണോ, മതപരമായിട്ട് അറിവുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഞാൻ എൻ്റെ ആദ്യ രാത്രിയിൽ ഒരു എക്സാം ആയിരുന്നു, ഒരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ പോലെയാണ്. ആദ്യ രാത്രി ഇവിടെ പറയാൻ പാടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ആർക്കെങ്കിലുമൊക്കെ ലൈഫിൽ ഉപകാരപ്പെടുന്ന കരുതിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ആദ്യം അവൾക്ക് ഫാത്തിഹ അറിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ലൈഫ് തുടങ്ങല്ലേ, അപ്പോൾ ഒരു ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങാമെന്നൊരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഫാത്തിഹ ഓതി. ഓളാകെ അന്തം വിട്ടുണ്ടാവും. അതിരാത്രി എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിൻ്റെ മൈൻഡിലുണ്ടാകുന്ന ഒരു കൺസെപ്റ്റിനൊക്കെ അപ്പുറമുള്ളൊരു അതിരാത്രിയിലാണ്
ഞങ്ങളുണ്ടായിരുന്നത്. അങ്ങനെ ഫാത്തിഹ ഓതിയിട്ട് ഞങ്ങൾ ദുആ ചെയ്തിട്ടാണ് ഞങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. അൽഹംദുലില്ലാ, ഇന്നും ആ സന്തോഷം. എത്ര പിണക്കങ്ങളുണ്ട്, അതിലെന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പിണക്കങ്ങളൊക്കെ വേഗം തീരുന്ന ഒരു പക്ഷേ ആ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ബർക്കത്തായിരിക്കും, ഫാത്തിഹ കൊണ്ട് തുടങ്ങിയത് കൊണ്ടായിരിക്കും. അൽഹംദുലില്ലാ, അങ്ങനെ നമ്മുടെ ലൈഫ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ലൈഫിൽ എപ്പോഴും നമുക്കൊരു സക്സസ് ആയിട്ട് മാറും. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് പലതരത്തിലുള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും, പലതരത്തിൽ പിണക്കങ്ങളുണ്ടാവും. ആ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് റബ്ബിൻ്റെ ഒരു കാവൽ, ഒരു അനുഗ്രഹം, നമ്മൾ ആ പിണക്കങ്ങളൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോവാതെ അതൊക്കെ ഒരു സന്തോഷമായിട്ട് അവസാനിക്കുന്ന രീതിയിലേക്ക് മാറൽ ഒരു പക്ഷേ അന്ന് നമ്മൾ ചെയ്തൊരു രീതിയായിരിക്കും അത്. അങ്ങനെ ഫാത്തിഹയൊക്കെ ഓതിയിട്ട് ഇവിടെ വായനാശീലം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവളോട് ചോദിച്ചു. അക്കാലത്തൊക്കെ 2005 പത്രങ്ങൾ എപ്പോഴും വരുന്നൊരു വാർത്തയാണ് ഈ ബിൻ ലാദൻ, ഉസാമ ബിൻ ലാദൻ എപ്പോഴും ഇങ്ങനെ അമേരിക്ക സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അഫ്ഗാനിസ്ഥാനിലാണോ മറ്റെവിടെയെങ്കിലും. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ബിൻ ലാദൻ അറിയുമെന്ന് ചോദിച്ചു. അത് പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പറഞ്ഞു എനിക്കങ്ങനെ ബിൻ ലാദൻ അറിയില്ല. അപ്പോൾ എനിക്ക് ക്ലൂ കൊടുത്തു. താടിയൊക്കെ ഉണ്ട്, ഒരു തലയെക്കെട്ടൊക്കെ കിട്ടിയിട്ട് നല്ലൊരു അടിപൊളിയാണ്. അപ്പോൾ ഇവള് പറഞ്ഞു എനിക്കങ്ങനെ ഉസ്താദുമാരങ്ങനെ വലിയ പരിചയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി പത്രം ലെവലേശം വായിക്കലില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് അല്പം മനസ്സമാധാനമായി. ഞാൻ അതിനെക്കുറിച്ച് പ്രതീക്ഷിക്കണ്ടല്ലോ. പിന്നെ ഞാൻ മതപരമായിട്ട് അറിവുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു, ഈ ഇമാം ഷാഫിനെ അറിയുമോയെന്ന് ചോദിച്ചു. അപ്പം എന്നോട് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു എനിക്കങ്ങനെ പള്ളിയിലെ ഉസ്താദുമാരുടെ പേരൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അതോടെ അതിൻ്റെ കാര്യം തീരുമാനമായി. മതപരമായിട്ടും വലിയ അറിവില്ല. മാഷാ അല്ലാ, ഇപ്പോൾ അടിപൊളിയാട്ടോ. ഒക്കെ സ്വന്തമായിട്ട് നേടിയെടുത്ത് ഇന്നെക്കാളും നന്നായിട്ട് മതപരമായിട്ട് അറിവുള്ള ഒരാളാണെന്ന് ഞാൻ പറയും. ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്നോട് പിള്ളേർ ചോദിച്ചിരുന്നു സാറും ഭാര്യയും കൂടി പിണങ്ങലുണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ അതെന്നല്ലേ ഉള്ളൂ, പിണങ്ങലല്ലേ. പിണങ്ങാത്ത മനുഷ്യന്മാരുണ്ടോ? പക്ഷെ പിണങ്ങിക്കഴിയുമ്പോഴും ആരാണ് ആദ്യം തോറ്റു കൊടുക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാനാണ് തോറ്റു കൊടുക്കൽ. തോറ്റു കൊടുക്കുന്നതിലാണ് വിജയം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന മേരീഡായ ആൾക്കാരുണ്ടാവും. ഇതിലൊക്കെ ഭാര്യയും ഭർത്താവിൻ്റെ, എൻ്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും തോറ്റു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ തന്നെ ജയിക്കണം എന്നുള്ളൊരു വാശി എനിക്കില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് എന്താ ഇപ്പോൾ തോറ്റു കൊടുത്താൽ ആരുടെ മുന്നിലാണ് നമ്മൾ ജയിക്കണത്? നമ്മുടെ ലൈഫ്, നമ്മുടെ സ്വകാര്യ ലൈഫ് കാണുന്നത് ആരാണ്? നമ്മുടെ മക്കൾ, വലുതായ മക്കൾ കാണും. പിന്നെ അള്ളാഹു കാണും. അള്ളാഹു കാണുമ്പോൾ നമ്മൾ തോറ്റു കൊടുത്തത് കൊണ്ട് ഒരു നഷ്ടമില്ല. നമ്മുടെ മക്കൾ നമ്മുടെ പിണക്കങ്ങളല്ല കാണേണ്ടത്, ശരിക്കും നമ്മുടെ ഇണക്കങ്ങളും റൊമാൻസാണ് കാണേണ്ടത്. അപ്പോൾ സാധാരണ വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു ബിരിയാണി പോലും വെച്ചിട്ടില്ല. അങ്ങനെ ഒരു ആഘോഷിക്കുന്നതിനോട് എനിക്കോ അവൾക്കും താല്പര്യമൊന്നുമില്ല. സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. ആഗസ്റ്റ് 14 എങ്ങനെയായിരുന്നോ അത് തന്നെയാണ് ആഗസ്റ്റ് 15. പക്ഷേ കുറച്ചും കൂടി എന്നെക്കാളൊക്കെ റൊമാൻറ്റിക്കാണ് എൻ്റെ വൈഫ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നിച്ചിട്ടൊരു വീഡിയോ എടുക്കാം. വീഡിയോയിൽ വരാൻ ഒട്ടും അവൾക്ക് ഇഷ്ടമല്ല. ഞാൻ അവളോട് പലതവണ ഞാൻ പറഞ്ഞു അവളുടെ ഇഷ്ടം എങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഒന്നിച്ചിട്ടൊരു ഇൻട്രോയിൽ വന്നാൽ മതി. പക്ഷേ എനിക്കങ്ങനെ വരാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഇതിനെ നിർബന്ധിപ്പിക്കാൻ പാടില്ലല്ലോ. വീഡിയോയിൽ വന്നിട്ടൊരു ആശംസ പറയുന്നതിനോടോ മറ്റൊന്നും അവൾക്ക് ഇഷ്ടമുണ്ടാകുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 20 വർഷമായി, 3 മക്കളുണ്ട്. മൂത്ത മോള് +2 കഴിഞ്ഞു. ഇപ്പോൾ പാലയിൽ JEE എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലാണ്. ഈ ജനുവരിയിൽ ആയിരിക്കും അതിൻ്റെ എക്സാം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ ആൾ 8ാം ക്ലാസ്സിലാണ്. MVM എന്ന് പറയുന്ന വളയംകുളത്തുള്ളൊരു സ്കൂളിലാണ്. പിന്നെ മൂന്നാമത്തെ ആൾ കോവിഡ് കാല സന്തതി, ഒരു ആൺകുട്ടി അമീർ സുൽത്താൻ, ഇടക്കിൻ്റെ വീഡിയോയിൽ വരാറുണ്ട്. അവന് ഇർഷാദിലെ പന്താവൂർ അൽ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു പോകണ, ഇണങ്ങിയും പിണങ്ങിയും പരസ്പരം തിരുത്തിയും സ്നേഹിച്ചും കലഹിച്ചൊക്കെ പോകുന്നൊരു സാധാരണ കുടുംബം. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ, എന്നെ പേഴ്സണലി അറിയുന്ന ആളുകൾ, ഒരുപക്ഷെ എൻ്റെ വൈഫിനെ അറിയുന്ന ആളുകൾ ഒരുപക്ഷെ വേറെ ഉണ്ടായിരിക്കും, എന്നെ അറിയുന്ന ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്നെ ആയിരിക്കും കൂടുതൽ പരിചയം ഉണ്ടാവുക. എന്തായാലും എല്ലാവരും ദുആ ചെയ്യുക. പലപ്പോഴും എൻ്റെ സ്റ്റുഡൻ്റായ കുട്ടികൾ എന്നെ ചോദിക്കലുണ്ട്, സാറുടെ വിവാഹ ലൈഫിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും പാഠങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ സാറ് പറയണം, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക. ഞാൻ പറഞ്ഞിടത്തോളം ഞാനൊരു ഒരു മാതൃകാ ഭർത്താവൊന്നുമല്ല. എല്ലാവരും ഭർത്താക്കന്മാരെ പോലെ ഒരു മെയിൽ ഷോവനിസ്റ്റ് ഒരാളായിരുന്നു. പക്ഷേ ഞാൻ കൗൺസിലിങ്ങിൻ്റെ ഒരു കോഴ്സ് പഠിച്ചതോട് കൂടിയിട്ട് എൻ്റെ ഒരു മെയിൽ ഷോവനിസം പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരു അടിച്ചമർത്തുന്ന സ്വഭാവങ്ങളൊക്കെ പോയി കുറച്ചും കൂടെ ഒക്കെ മെച്ചൂർഡായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും നല്ല മഴയുണ്ട്, മഴ ഇപ്പം നിങ്ങൾക്ക് പെയ്യുന്ന കാണുന്നുണ്ടാവും. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. അള്ളാഹു നമ്മളെല്ലാവരെയും, നമ്മുടെയൊക്കെ ദാമ്പത്യ ലൈഫ് സന്തോഷമുള്ള ലൈഫാക്കി മാറ്റട്ടെ. അപ്പോൾ ഇന്ന് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും എൻ്റെ വക വിവാഹ ആശംസകൾ. അതോടൊപ്പം തന്നെ ഒരാശംസ പറഞ്ഞേക്ക്, സന്തോഷമല്ലേ, ഒരു പ്രാർത്ഥന എന്തായാലും ഉണ്ടാവണം. അപ്പോൾ ഓക്കെ, മഴ ലേശം സ്ട്രോങ് ആയി. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.